ഇൻഫിനിക്സിൻ്റെ ഇൻഫിനിക്സ് സ്മാർട്ട് 8+ എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോൺ 7800 രൂപ പ്രൈസ് റേഞ്ചിലാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻഫിനിക്സ് സ്മാർട്ട് 8+ എന്ന ഫോണിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. നമ്മൾ ആദ്യം എടുത്തു വരേണ്ട ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ ഒരു കാര്യം ഈ ഒരു ഫോണിൻ്റെ ബാറ്ററിയാണ്. 6000 mAh ബാറ്ററി ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം വളരെ കൂടിയ ഒരു ബാറ്ററി കപ്പാസിറ്റി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് എടുത്തു വരേണ്ട ഒരു കാര്യമാണ്. അതുമാത്രമല്ല 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും ഇതിൽ വരുന്നുണ്ട്. 8000 രൂപയ്ക്ക് താഴെ 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് വരുന്നു എന്നുള്ളതും എടുത്തു വരേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ ടൈപ്പ് സി ചാർജിംഗ് പോർട്ടാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ബാറ്ററി സെറ്റപ്പ് നമുക്ക് എടുത്തു പറയേണ്ട ഫീച്ചേഴ്സിൽ ഉൾപ്പെടുത്താവുന്നതാണ്. പിന്നെ എടുത്തു പറയേണ്ട ഫീച്ചേഴ്സിൽ പറയാനുള്ള ഒരു കാര്യം, ഈ ഒരു ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൽ തന്നെ 128 GB ഇൻറ്റേർണൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് 8000 രൂപയ്ക്ക് താഴെ തന്നെ 128 GB ഇൻറ്റേർണൽ കിട്ടുന്നുണ്ട്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുമാത്രമല്ല ഇതിൻ്റെ കൂടെ 4 GB റാമും കൊടുത്തിട്ടുണ്ട്. പൊതുവേ 8000 രൂപയ്ക്ക് താഴെ നമുക്ക് 64 GB ഇൻറ്റേർണലൊക്കെയാണ് മാക്സിമം കിട്ടാറ്. അപ്പം അതും എടുത്തു പറയേണ്ട ഫീച്ചേഴ്സിൽ ഉൾപ്പെടുത്താവുന്നതാണ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, പഞ്ചോൾ ഡിസൈൻ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. പഞ്ചോൾ വരുന്നത് ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. 8000 രൂപയ്ക്ക് താഴെ ഇത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. 90 Hz റീഫ്രഷ് റേറ്റും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പം ഇതൊക്കെയാണ് എടുത്തു പറയേണ്ട ഫീച്ചേഴ്സിൽ പറയാനുള്ള കാര്യങ്ങൾ. ഇനി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വലിയ തരക്കേടില്ല എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ തന്നെ 6.6 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഫുൾ HD റെസൊല്യൂഷൻ വരുന്നില്ല. പക്ഷേ 8000 രൂപയ്ക്ക് താഴെ നമുക്ക് അത് എക്സ്പെക്റ്റ് ചെയ്യാനും പറ്റില്ല. IPS LCD പാനലാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഡിസ്പ്ലേയിൽ 150 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏകദേശം 90.8% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഇതിൽ വരുന്നുണ്ട്. പിന്നെ iPhone 15 സീരീസിലേതുപോലെയൊക്കെ ആയിരിക്കും നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ വരിക. പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 500 nits ആണ്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 8000 രൂപയ്ക്ക് താഴെ വരുന്ന ഫോണാണ് എന്നുള്ള കാര്യം കൺസിഡർ ചെയ്യുമ്പോൾ നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. എടുത്തു വരേണ്ട കാര്യം, പഞ്ചോൾ ഡിസൈനും അതുപോലെ തന്നെ കൂടിയ റിഫ്രഷ് റേറ്റും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് 204 gram ആണ്. തിക്നെസ് വരുന്നത് 8.95 mm ആണ്. പിന്നെ ഈ ഫോണിൻ്റെ ഷൈനി ഗോൾഡ്, ടിംബർ ബ്ലാക്ക്, ഗാലക്സി വൈറ്റ് എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ മീഡിയാടെക്കിൻ്റെ ഹീലിയോ G36 എന്നുള്ള പ്രോസസ്സർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് തരക്കേടില്ലാത്തൊരു പ്രോസസ്സറാണ് എന്ന് പറയാവുന്നതാണ്. പിന്നെ 5G സപ്പോർട്ടൊന്നുമില്ല, മാക്സിമം 4G സപ്പോർട്ടേ ഇതിൽ വരുന്നുള്ളൂ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇപ്പം നമുക്ക് അതേ എക്സ്പെക്റ്റ് ചെയ്യാനും പറ്റുള്ളൂ. പിന്നെ LPDDR4X റാമും eMMC 5.1 സ്റ്റോറേജ് ടൈപ്പാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ട് ഈ ഫോണിൽ വരുന്നുണ്ട്. അതായത് 2 സിം യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു മെമ്മറി കാർഡ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. വെർച്വൽ റാം എന്നുള്ള ഫീച്ചറും ഇതിൽ വരുന്നുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇന്റേണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ 4 GB റാം വരെ എക്സ്ട്രാ നമുക്ക് ലഭിക്കും. പിന്നെ DTS സൗണ്ട് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സിംഗിൾ സ്പീക്കറാണ് വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അതൊക്കെയാണ്. 3.5 mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ Android 13 Go എഡിഷൻ സോഫ്റ്റ്വെയർ ആണ് ഇതിൽ വരുന്നത്. XOS സോഫ്റ്റ്വെയർ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ഡ്വൽ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. 50 MP f1.8 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. രണ്ടാമത് ഒരു AI ലെൻസും വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിൽ 8 MP സെൽഫി ക്യാമറയും വരുന്നുണ്ട്. അപ്പോൾ തരക്കേടില്ലാത്ത ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷൻ ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് തരക്കേടില്ലാത്ത ഫീച്ചേഴ്സ് എന്ന ലിസ്റ്റിൽ പറയാനുള്ള കാര്യങ്ങൾ. ഇനി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിരാശപ്പെടുത്തി എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ നിരാശപ്പെടുത്തി എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സുകളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം ഇതൊക്കെയാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സ്. ഇനി വിലയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഫോണിൻ്റെ 4 GB റാം 128 GB ഇൻറ്റേർണൽ വെർഷൻ്റെ വില വരുന്നത് 7799 രൂപയാണ്. മാർച്ച് 9 മുതലാണ് ഫോണിൻ്റെ സെയിലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഇനീഷ്യലി ചില ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓഫേഴ്സൊക്കെ കഴിഞ്ഞിട്ട് 6999 രൂപയ്ക്ക് ഈ ഫോൺ ലഭിക്കുന്നതായിരിക്കും. SBIയുടെ, HDFCയുടെ അതുപോലെ തന്നെ ICICIയുടെ ഒക്കെ കാർഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 800 രൂപയുടെ ഓഫും കാര്യങ്ങളൊക്കെ ഈ ഫോണിന് ലഭിക്കുന്നുണ്ട്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഫിനിക്സ് സ്മാർട്ട് 8+ എന്നുള്ള സ്മാർട്ട് ഫോണിൽ 8000 രൂപയ്ക്ക് താഴെ ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട്. 90 Hz റീഫ്രഷ് റേറ്റും പഞ്ചോൾ ഡിസൈനും 128 GB ഇൻറ്റേർണലും അതുപോലെ തന്നെ നല്ല ബാറ്ററി സെറ്റപ്പ് ഒക്കെ വരുന്നുണ്ട്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ ഈ പ്രൈസ് റേഞ്ചിൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. എന്തായാലും മൊത്തത്തിൽ നോക്കുമ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു ഫോണിൽ അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ല ഫീച്ചേഴ്സ് വരുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ലൊരു ഫോണാണ് എന്നൊക്കെ പറയാവുന്നതാണ്. എന്തായാലും ഇൻഫിനിക്സ് സ്മാർട്ട് 8+ എന്ന സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.